ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവല്ലാമല ജിടെക്കിൽ ചെയ്തല്ലേ. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. ആശാ വർക്കർമാരോടുള്ള ഇടത് സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ബിജെപി ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ആശാ വർക്കർമാരോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ബിജെപി ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ചെറുതുരുത്തി ടൌണിൽ സംഘടിപ്പിച്ച പരിപാടി ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 18 കോടിയാണ് ഈ ആശാപ്രവർത്തകർക്കുൾപ്പെടെ നൽകുവാനായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് എങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി മുഴുവൻ സംഖ്യയും നൽകിയിട്ടും ഇപ്പോഴും കുറ്റം പറയുന്നത് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, അതായത് 10 വർഷത്തിന് മുമ്പ് ഇവിടെ UPA സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നതല്ലോ. എന്താണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇവർ കൊണ്ടുകൊടുത്തിട്ടുള്ളത്? ഇവിടുത്തെ അംഗനവാടി ആശാ വർക്കർമാർക്കൊക്കെ എന്ത് കുന്തമാണ് കൊടുത്തിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതല്ലേ ഇവരൊക്കെ? ഇപ്പൊ കോൺഗ്രസ്സുകാരെ ആശാ പ്രവർത്തകർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് കാര്യം? മുതലെടുപ്പ് രാഷ്ട്രീയം. ഇവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തില് ഇവരും യാതൊന്നും തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കിട്ടുന്നതെല്ലാം അവരുടെ എല്ലാം വീടുകളിലേക്കും അവരുടെ പാർട്ടി ഓഫീസുകളിലേക്കും ഒക്കെ എത്തിക്കുന്ന സമ്പ്രദായമായിരുന്നു. അഭിമാനത്തോടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും ഒരു ജനതയ്ക്ക് മുമ്പിൽ നിന്ന് പറയാൻ സാധിക്കും, ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിലുള്ള എല്ലാ ആളുകൾക്കും അടിസ്ഥാന അവകാശങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മണ്ഡലം പ്രസിഡന്റ് MA രാജു അധ്യക്ഷത വഹിച്ചു. അമ്മമാരായ സഹോദരിമാരായ നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ആശാ വർക്കർമാർ ഇന്ന് ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി ഇന്ന് രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. കഴിഞ്ഞ മുൻ പ്രാസംഗികന്മാർ ഇവിടെ സൂചിപ്പിച്ചു, ഒരു നിശ്ചിത വരുമാനമില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന് ഒരു പ്രതിദിനം 1000 രൂപയുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യമാകാത്ത ഈ കാലഘട്ടത്തിൽ ഒരു 10,000 രൂപ ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മുടെ അമ്മമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി വിജി ഷളന്നൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷിജി നാരായണൻ, കെ ധന്യ, മുൻ മണ്ഡലം പ്രസിഡന്റ് BR രാജ്കുമാർ, സജി, മണ്ഡലം ഭാരവാഹികളായ കെ ഉണ്ണികൃഷ്ണൻ, പി രാധാകൃഷ്ണൻ, M നിഷ, കെ ഗണേഷ്, അജിത സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പത്രമാധ്യമങ്ങളിൽ കണ്ടതുപോലെ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഓരോ മണിക്കൂറും ഓരോ അരമണിക്കൂറും ഗ്യാപ്പിൽ കൊല ചെയ്യപ്പെട്ടത്. എന്താണത്? വിദ്യാഭ്യാസത്തിന്റെ കൂടുതലായിട്ടാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഐക്യദാർഢ്യ സദസ്സ് നമ്മുടെ സഹോദരിമാരും അമ്മമാരും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദേശം ഒരു മാസക്കാലം ആവാൻ പോവുകയാണ്. മഴയത്തും വെയിലത്തും രാപ്പകൽ സമരം. വെറും 230 രൂപ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു 230 രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബം കഴിയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് CCV.